14 ഗോബി പറാത്ത കണക്കാക്കിയാണ് വെജിറ്റബിൾസ് എടുത്തത്. ഒരു മീഡിയം സൈസ് ക്യാബേജിൻ്റെ അരഭാഗമാണ് എടുത്തത്. 2 ചെറുത് സൈസിലുള്ള ഉള്ളി, കുറച്ച് മല്ലിയില, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത്. 2 ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ഇഞ്ചി ഇട്ട് വഴറ്റാം. ഇഞ്ചി വഴഞ്ഞിട്ടുണ്ട്, ഇനി ഉള്ളി ഇട്ട് വഴറ്റാം. ഉള്ളി വഴഞ്ഞിട്ടുണ്ട്, ഇനി ഇതിലേക്ക് ക്യാബേജ് ഇട്ട് വഴറ്റാം. 2 തരത്തിൽ ക്യാബേജ് പറാത്ത ഉണ്ടാക്കാറുണ്ട്. ഒന്ന് വെജിറ്റബിൾസ് വഴറ്റിയും ഒന്ന് വെജിറ്റബിൾസ് വഴറ്റാണ്ടും. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല, പരത്താൻ തുടങ്ങുന്ന സമയത്താണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്താൽ ക്യാബേജിൽ നിന്ന് വെള്ളം വല്ലാതെ വരും. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും മല്ലിയിലയും ചേർക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ക്യാബേജ് മുഴുവൻ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ഇപ്പോഴാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഞാൻ പരത്താൻ പോവുകയാണ്. ചപ്പാത്തിയുടെ ഉരുളയേക്കാളും കുറച്ച് വലിയ സൈസാക്കിയിട്ടാണ് ഉരുട്ടിയിരിക്കുന്നത്. വെള്ളം കുറച്ച് അധികമായിട്ട് പരത്താൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ആട്ടപ്പൊടി കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ആലു പൊറോട്ട പോലെ അത്ര ഈസി അല്ല ക്യാബേജ് പൊറോട്ട ഉണ്ടാക്കാൻ. ഇതിൽ നിന്ന് വെള്ളം നല്ലോണം വരും. ചെറിയ വട്ടത്തിലായി പരത്തി ഇതിലേക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഫില്ലിങ്ങാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ക്യാബേജ് പറാത്ത പരത്താൻ നല്ല ക്ഷമ വേണം. ഫില്ലിങ് പുറത്തേക്ക് വരാൻ നല്ലോണം ചാൻസ് ഉണ്ട്. ഫില്ലിങ് കുറേശ്ശെ പുറത്ത് വരുന്നുണ്ട്, അപ്പോൾ പൊടി ഇട്ട് കൊടുത്താൽ മതി. 2 ഭാഗവും തിരിച്ചും മറിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ട് വേവിക്കാം. 2 ഭാഗവും വെന്തതിന് ശേഷമാണ് ഞാൻ ഓയിൽ പുരട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പുരട്ടാം. ക്യാബേജ് പറാത്തയ്ക്കൊപ്പം പുതിന ചട്നിയും ടൊമാറ്റോ ചട്നിയാണ് ഞാൻ ഉണ്ടാക്കിയത്. പുതിന ചട്നിയും ടൊമാറ്റോ ചട്നിയും ഉണ്ടാക്കുന്ന വിധം ഞാൻ ആലു പൊറോട്ടയുടെ ആ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.